മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ സംസാരിച്ചു വന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഡിസൈപ്പിൾഷിപ്പ് ശിഷ്യത്വത്തിലേക്ക് ആണ് നമ്മൾ പ്രവേശിച്ചത്. ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ അതിലേക്കുള്ള ചില തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നേരത്തെ ചിന്തിച്ച പോലെ ഈ ശിഷ്യത്വം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സഭകൾക്ക് വളർച്ച ഉണ്ടാകത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മിഷൻ ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചർച്ചകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പല ഈ സഭകളെന്ന് ഉദ്ദേശിക്കുന്ന ഡിനോമിനേഷൻസിൽ ഈവൻ അല്ലാതുള്ള വേർപാട് സഭകളിലും ഏത് സഭകളിലായാലും നമുക്കറിയാം, കുഞ്ഞുങ്ങളെയൊക്കെ പൊതുവേ നമ്മൾ ചെറുപ്പത്തിലെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് വിടാറുണ്ട്. എന്ന് വെച്ചാൽ സൺഡേ സ്കൂൾ പോലുള്ള ക്ലാസ്സസിനൊക്കെ വിടാറുണ്ട്. അത് ഒരു 15-18 വയസ്സ് വരെയൊക്കെ വിടും. വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് കഴിയുമ്പോൾ അതുവരെ അവർ ദൈവവചനം പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ അങ്ങ് ഫ്രീ ആയിട്ട്, അവർ പിന്നെ കോളേജ് ലെവലോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനോ ഒക്കെ പോവുകയാണല്ലോ. എന്നിട്ട് അവരെ അങ്ങ് ഫ്രീ ആയിട്ട് വിടുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അവരെ ഒരു ശിഷ്യത്വത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരാനുള്ള ഉത്തരവാദിത്വം പിന്നെ സഭകൾ പൊതുവെ എടുക്കാറില്ല. പൊതുവെ എന്തെങ്കിലും വർഷത്തിലൊരു ക്യാമ്പ് നടത്തും, അല്ലെങ്കിൽ യൂത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ ഉള്ളതിനപ്പുറമായിട്ട് ഇവരെ ഒരു മെൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്ത് ശിഷ്യത്വത്തിലേക്ക് നടത്തിക്കൊണ്ട് വരുന്നൊരു പ്രക്രിയ പലപ്പോഴും ചെയ്യുന്നില്ല. അതുമാത്രമല്ല, അവരുടെ ക്രിസ്തീയ ദൗത്യം എന്താണെന്ന് ഒന്നും ആരും പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നില്ല. പണ്ടത്തെ കാലങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ചെറുപ്പത്തിലെയൊക്കെ കണ്ടിരിക്കുന്ന കാര്യം, ഈ തോളെ കൂടെ ഒരു സഞ്ചിയൊക്കെ ഇട്ട് പ്രായമുള്ള വ്യക്തി, ഉപദേശി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അവരൊക്കെ വീടുകൾ തോറും ഇങ്ങനെ ഈ ട്രാക്റ്റുമായിട്ട് കയറി ഇറങ്ങി നടക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ അങ്ങ് കാണാനേ ഇല്ല, ആരെയും കാണുന്നില്ല. അങ്ങനെ നടക്കുന്നവരെ പോലും വഴി തടയുകയും പിടിക്കുകയൊക്കെ ചെയ്യാവുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും പോകുന്നുണ്ടാവില്ലായിരിക്കാം. എന്തായാലും അങ്ങനെയുള്ള ഒരു ആളുകളുണ്ടായിരുന്നു. അവർ വീടുകളിൽ ചെന്ന് ട്രാക്റ്റ് കൊടുക്കുകയോ പുതിയ നിയമത്തിൻ്റെ കോപ്പി കൊടുക്കുകയോ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കുകയും പിള്ളേരുടെ ക്ഷേമവിവരങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യും. വീട്ടുകാർ എന്തെങ്കിലും സംഭാവന കൊടുക്കുന്നുണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിലില്ല. എന്നാൽ ഇദ്ദേഹം ഒരു പ്രക്രിയ പോലെ ഇത് ചെയ്തിരുന്ന കാലങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ വീടുകളിലൊരു കുടുംബ പ്രാർത്ഥനയുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളികളിൽ വന്നൊരു ആരാധനയുണ്ട്. ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കേൾക്കും, എന്തെങ്കിലും ഒന്ന് കേട്ട് പോവും. എന്നതിനപ്പുറമായിട്ട് ഒരു ക്രിസ്തീയമായിട്ടൊരു വളർച്ച എവിടെ ജീവിതത്തിലില്ലേ? പ്രത്യേകിച്ചും ഈ ഇവാഞ്ചലിസം, ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മിഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഔട്ട്ലുക്കും ഈ കുഞ്ഞുങ്ങൾക്കില്ല എന്നുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു കൺവെൻഷൻ നടത്തും. എല്ലാ സഭകൾക്കും ഉള്ള ഒരു സംഭവമാണ്. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു, പണ്ട് വീടുകളൊക്കെ ഈ ഓല മേഞ്ഞ വീടായിരുന്നല്ലോ പണ്ടത്തെ കാലത്ത്. അതിന് പറയും എല്ലാ വർഷവും വീട് മേഞ്ഞു കൺവെൻഷൻ നടത്തി എന്ന് പറയുന്നത്. അത് കൃഷിക്കാരായിരുന്നു. അതുകൊണ്ട് ഈ സാധാരണ ഈ നവംബർ ഡിസംബർ മാസം മഴയൊക്കെ കഴിയുമ്പോൾ തെങ്ങിൻ്റെ ഇട കിളയ്ക്കും. തെങ്ങായിരുന്നല്ലോ കൂടുതലും കേരളത്തിലെ കൃഷി. തെങ്ങിൻ്റെ ഇട കിളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള ചേന, കാച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതും കഴിഞ്ഞ് നേരെ പോയിട്ട് അതൊക്കെ പള്ളികളിൽ കൊടുത്ത് ആദിഫലവും നടത്തി, പിന്നെ കൺവെൻഷനും നടത്തി പെരയും മേഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ പരിപാടി തീർന്നു. കൺവെൻഷൻ എന്താ ചെയ്യുന്നത്? എല്ലാവരും ചെല്ലും, ഉപദേശി ഒരു പ്രസംഗം അല്ലെങ്കിൽ അച്ഛനൊരു പ്രസംഗം ഒക്കെ നടത്തും. നടത്തി കഴിഞ്ഞിട്ട് ഒരു റീഡെഡിക്കേഷൻ, ഒരു സമർപ്പണം, എല്ലാവരും എഴുന്നേറ്റ് കൈയൊക്കെ പൊക്കി ഒരു സമർപ്പണമൊക്കെ നടത്തി അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ശങ്കരൻ പിന്നെയും തെങ്ങയിലെന്ന് പറയുന്ന പോലെ പഴയ രീതിയിൽ പഴയ അവസ്ഥയിൽ പോകുന്നൊരു കാര്യമാണ്. ഇന്നും സഭകളിലൊക്കെ അന്നത്ര പറയുന്നു, ഇന്ന് അത്ര പോലും ഇല്ല. ഈ കൺവെൻഷനൊന്നും ഇന്ന് ആരും യൂസൊന്നും അറ്റൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അതൊക്കെ പ്രായമുള്ളവരുടെ ഒരു പ്രക്രിയയായി പ്രായമുള്ളവരവിടെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുകയും പറയുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതല്ലാതെ യൂത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ യുവജനങ്ങളെന്ന് പറയുന്നത് ഇന്നത് അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? എഫക്റ്റീവായിട്ടൊരു ശിഷ്യത്വത്തിലേക്ക് നടക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ഈ ലോകം അതിൻ്റെ മോൾഡ് അനുസരിച്ച് ഇങ്ങനെ സാത്താന്യ പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ട് അതിൻ്റെ മോൾഡ് അനുസരിച്ച് ലോകം തിരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ശിഷ്യത്വത്തിൻ്റെ തത്വങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. നമുക്കറിയാം, കർത്താവിലേക്ക് വരുമ്പോഴേ പഴയത് ഉപേക്ഷിച്ച് പുതിയത് വിശ്വസിക്കുക.
പണ്ട് ജീവിച്ചിരുന്ന സ്റ്റൈലിൽ നിന്ന് മാറി ആ ഒരു വിശ്വാസം ഉള്ളിലേക്ക് വന്ന് അതിൽ നിന്ന് ഒരു കൂട്ടായ്മയും അതുപോലെ ദൈവവുമായിട്ടുള്ളൊരു വലിയ ബന്ധത്തിലേക്ക് വന്നു ചേരുന്ന ഒരു അനുഭവമാണ്. അതൊരു വെർട്ടിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അത് ഹൊറിസോണ്ടലായിട്ട് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ എൻ്റെ അയലോക്കക്കാർ, എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ജീവിക്കുകയും അതനുസരിച്ച് അനുസരിക്കുകയും ചെയ്യാം. പണ്ട് ഞാൻ ഓർക്കുകയാണ്, പണ്ടൊക്കെ എല്ലാവരും ട്രാവൽ ചെയ്ത് ബസ്സിൽ പബ്ലിക് ആയിട്ടുള്ള ട്രാവൽ സിസ്റ്റമായിരുന്നു യൂസ് ചെയ്യുന്നത്. കാറൊന്നും അത്രയും ഇല്ലായിരുന്നല്ലോ പണ്ടൊന്നും. അതുപോലെ തന്നെ 2 വീലറും അത്രയൊന്നും ഇല്ലായിരുന്നു. 70കളിലും 60കളിലും ഒക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമായിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ വേറൊരാളിനെ കാണും, മീറ്റ് ചെയ്യും, ബസ് സ്റ്റാൻഡിൽ വെച്ചോ വഴി വെച്ചോ ഒക്കെ മീറ്റ് ചെയ്യും, കുശലം ചോദിക്കും, അന്വേഷിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഡെവലപ്പ് ചെയ്തിരുന്നു. ആ കമ്മ്യൂണിക്കേഷനിൽ കൂടി നമ്മൾ പല കാര്യങ്ങൾ പറയും. പള്ളിയിലെ കൺവെൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇന്നടുത്ത് മീറ്റിംഗ് ഉണ്ട്, ഇന്നടുത്ത് സഭായോഗമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വർക്കുകളുണ്ട്, അവരുടെ പ്രൈവറ്റ് വേൾഡാണ്. അതുകൊണ്ട് ആ പ്രൈവറ്റ് വേൾഡിൽ അവരുടെ ഫാമിലിയായിട്ട് ആ വർക്കുകളിൽ അവർ മൂവ് ചെയ്യും. അതുകൊണ്ട് ഇന്ന് പുറത്തോട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഫോണിൽ കൂടെ വിളിക്കും. അതിനപ്പുറമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ ഒരു കമ്മ്യൂണിക്കേഷനോ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ ജനറലായിട്ടുള്ള ട്രെൻഡാണ് ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത്, സഭകളിൽ നടക്കുന്നത്. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഡീഗ്രഡേഷൻ ഓഫ് ദ ബിലീഫ്. വിശ്വാസം ഡീഗ്രേഡ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ എന്താണ്, ഡിസൈപ്പിൾഷിപ്പ് ഇല്ലാതെ പോകുന്നു, ശിഷ്യത്വം ഇല്ലാതെ പോകുന്നു. യുവതലമുറയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളിലെ ഒരുവൻ വന്നിട്ട് നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അത് നമുക്കറിയാവുന്നൊരു ഭാഗമാണ്. അതിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ അതിനെ താഴോട്ടുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ന്യായപ്രമാണം എല്ലാം അനുസരിച്ച് നടക്കുന്നുണ്ട്. അന്നേരം അവസാനം യേശു പറഞ്ഞ് അവനോട്, നീ സൽഗുണപൂർണ്ണനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഈ അനുഗമിക്കുന്നതിനെക്കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിച്ചത്, അതിന് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈപ്ലിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളതാണ് കം ആൻഡ് സീ. എന്നെ വന്ന് വരിക, കാണുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ മനുഷ്യന് യേശുവിനെ പോയി കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. യേശുവിനെ പോയി കാണാനായിട്ട്. എന്നിട്ട് യേശുവിനെ പോയി കാണാനായിട്ട് എന്താണ് ആഗ്രഹം? നിത്യജീവൻ പ്രാപിക്കണം. അതായിരുന്നു അവൻ്റെ ആഗ്രഹം. സോ ഇന്നും യേശു നമ്മളെല്ലാം ഇൻവൈറ്റ് ചെയ്യുകയാണ്. യോഹന്നാൻ 1:46 നമുക്കറിയാം, ആൻഡ്രു, അന്ത്രയോസ് പീറ്ററിനെ കൊണ്ടുപോയെന്ന് കർത്താവിലേക്ക് കം ആൻഡ് സീ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോകുന്നു. പത്രോസിനെ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. ആ പത്രോസാണ് പ്രസംഗിച്ച 1000 യഹൂദന്മാർ കർത്താവിനെ അറിഞ്ഞ് സഭയോട് ചേർന്നതൊക്കെ നമ്മൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 2. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? നടന്നു, അന്ത്യോക്യയിൽ പോയി, പല സ്ഥലങ്ങളിലായിട്ട് പോയി, അനേകം ആളുകളോട് സുവിശേഷം പറഞ്ഞു. പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായ ആളാം പ്രതിയുള്ള സുവിശേഷത്തിൽ ഏർപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി പ്രവർത്തിച്ചെല്ലുമ്പോൾ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയി. അവിടെ ജെൻറ്റൈൽസ് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇടവന്നു. അന്നേരം അവിടെ എല്ലാം തന്നെ ഒരാൾ വേറൊരാളിനെ കർത്താവിലേക്ക് നടത്തിയതുകൊണ്ട് അത് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് ആകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കർത്താവിലേക്ക് ചെല്ലുക എന്നുള്ള പ്രോസസ്സാണ്. കർത്താവ് ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. കർത്താവിനെ അന്വേഷിച്ച് ആരൊക്കെ ചെല്ലുന്നുണ്ട് എന്ന് കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 14 പറയുന്ന പോലെ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ആരാണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു. അപ്പോഴേ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിലേക്ക് ദൈവം നമ്മളെല്ലാം വിളിക്കുകയാണ്. പലപ്പോഴും നമുക്ക് തടസ്സമായി നിൽക്കുന്ന എന്താണ്? നമ്മുടെ സ്വാർത്ഥ മനോഭാവമാണ്. ഇന്ന് നമ്മൾ പല ട്രഡീഷൻസിലും പല ആചാരങ്ങളിലും വിശ്വാസ അനുഷ്ഠാനങ്ങളിലുമൊക്കെ ആയി ഇരിക്കുന്ന നമ്മൾ ശരിക്കും ദൈവത്തെ ഇന്ന് ഫോളോ ചെയ്യുകയും അനുസരിക്കുകയും ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് സമയമില്ല. ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ പലർത്തും പരക്കം പായും. ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ച് പോകുന്നവരുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ സമീപസ്ഥനാണ്. നമ്മൾ അങ്ങ് അന്വേഷിച്ച് തീർത്ഥാടനങ്ങൾ നടത്തി ദൈവത്തെ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം ഓൾറെഡി ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ജനിച്ച് നമ്മുടെ ഇടയിൽ
പ്രവർത്തിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മളോട് കൂടെ. നേരത്തെ വായിച്ച ആ ഗ്രേറ്റ് കമ്മീഷനകത്ത് ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്നുള്ള വാഗ്ദത്തം നൽകിയിട്ട് പോയ കർത്താവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഈ കർത്താവിനെ വിശ്വസിക്കുക, അനുസരിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നിലനിൽക്കാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് തരും. അത് നമ്മളെ അനുസരണത്തിലേക്ക് നടത്തും. എന്തെങ്കിലും ഉപേക്ഷിക്കാനുള്ളത് ദൈവ ഇഷ്ടത്തിന് തടസ്സമായി ജീവിതത്തിൽ നിൽക്കുന്ന സകലത്തെയും ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും. വിശ്വസിക്കുന്നതിന് മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ. വിശ്വസിക്കാത്തവനൊന്നും അനുസരണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കം ആൻഡ് സീ, കർത്താവിനെ കാണുക എന്നുള്ളതാണ്. നേരത്തെയുള്ള വിശ്വാസത്തിൽ ജനിക്കുക എന്നുള്ള ആ എപ്പിസോഡിൻ്റെ കാര്യം ഞാനിപ്പോൾ ഓർത്ത് വീണ്ടും പറയുകയാണ്. എങ്ങനെയാണ് വിശ്വാസത്തിൽ ജനിക്കുന്നതിൻ്റെ കാര്യം അതിനകത്തെല്ലാം ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും യേശു നമ്മളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ പേഴ്സണലായിട്ടുള്ള ആ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതങ്ങൾ കർത്താവിനെ കൊടുക്കണം. കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൂടി ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളുടെ വലിയൊരു പൊട്ടൻഷ്യൽ ദൈവത്തിന് അറിയാം. നിങ്ങൾ കൂടി വലിയ വൻ കാര്യങ്ങളെ ചെയ്യാമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരേ ഒരു കാര്യം ചെയ്യാതെ വിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിനോട് കൊടുക്കൂ. ഒന്നുമില്ല, ആ ആദിമസഭയിലൊക്കെ എന്തൊക്കെ വീര്യപ്രവർത്തികളെ, അത്ഭുതങ്ങളെ, അടയാളങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ നടന്നു എന്ന് നമുക്കറിയാമോ? ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോയത്. അതുകൊണ്ട് ഈ കർത്താവ് ഇന്ന് വിളിക്കുമ്പോൾ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അവനെ കാണുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയദൃഷ്ടി, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ഒന്ന് തുറക്കണം. കർത്താവിനെ നല്ലതുപോലെ ക്ലിയറായിട്ട് കാണുവാനായി. ഇന്നും ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അതും വേണം, ഇതും വേണം, ലോകത്തിൻ്റെ മയവും വേണം, കർത്താവിൻ്റെ കാര്യവും വേണം, എല്ലാം വേണം എന്ന് പറയും. ലോകമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആത്മാക്കളൊന്നുമല്ല, നമ്മൾ ശരീരമുള്ളവരല്ലേ, നമുക്ക് ജീവിക്കണമല്ലോ. അതൊക്കെ ശരിയാണ്, നമുക്കെല്ലാം ആവശ്യമാണ്. എന്നാൽ ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ഒന്ന് രൂപാന്തരപ്പെടുവാനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ എത്ര അനുഗ്രഹമാണ്. ബൈബിളിൽ ഒരുപാട് ഭാഗങ്ങളിൽ യേശുക്രിസ്തു ആളുകളെ വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മത്തായി 4:18 ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശീമോൻ അവൻ്റെ സഹോദരൻ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാനായി 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നതുണ്ട്. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. പത്രോസിനെ വിളിക്കുന്നു. ദൈവം വിളിക്കുമ്പോൾ അവരുടെ ഉപജീവനമാർഗമായിട്ടുള്ള മീൻപിടുത്തം അവർ വള്ളവും വലയെല്ലാം വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് കാണുന്നു. കം ആൻഡ് ഫോളോ. അതുപോലെ ലേവിയെ ചുങ്കസ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. അവനെ ചുങ്കസ്ഥലത്ത് നിന്ന് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സമയത്ത് യേശുക്രിസ്തു പറഞ്ഞൊരു ഇൻസിഡൻറ്റ്, യേശുക്രിസ്തു പറഞ്ഞൊരു ഭാഗം ഇതിനകത്ത് ശ്രദ്ധേയമാണ്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 5 വാക്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 57 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 57 മുതൽ 62 വരെ. അവൻ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവൻ അവനെ, മരിച്ചവർ തങ്ങളെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഇവിടെ 3 പേരെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഭാഗമാണ്. വിളിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യേശുവിനെ അനുഗമിക്കാൻ ഒന്നാമത്തെ ശിഷ്യൻ സന്നദ്ധനായി വരികയാണ്. എന്നാൽ യേശു അവനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അതൊരു പ്രയാസമുള്ള ജോലിയാണ്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള ജോലിയാണ്. യേശു വന്നത് എന്തിനാണ്? പാവികളെ രക്ഷിപ്പാൻ. അവൻ്റെ പോക്ക് അങ്ങോട്ടാണ്, ക്രൂശിങ്കിലേക്കാണ് പോകുന്നത്. അന്നേരം ക്രൂശിലോട്ട് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ക്രൂശിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ വാക്കുകളാണ് ഇവിടെ കാണുന്നത്. എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞത്, എനിക്ക് തലയായിപ്പാൻ സ്ഥലമില്ല, എന്നെ നീ അനുഗമിച്ചാൽ നീ എന്ത് ചെയ്യും എന്നുള്ളത്.
രണ്ടാമത്തെ വ്യക്തി ഇവിടെ യേശു അങ്ങോട്ട് പറയാണ് എന്നെ അനുഗമിക്കാനായി. അതിൽ അവൻ്റെ ആൻസർ കേട്ടോ, അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരാണ്. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കുക എന്താണ്, അപ്പൻ മരിച്ചു കിടക്കുക, അപ്പനെ പോയി കുഴിച്ചിട്ടിട്ട് അതെന്തൊരു കർത്താവ്, അപ്പനെ പോലും കുഴിച്ചിടാൻ സമ്മതിക്കത്തില്ലേ എന്നൊക്കെ അവിടെ ചെയ്യുന്നത്. അങ്ങനെയല്ല അതിൻ്റെ മീനിങ്, അതല്ല. കാരണം അവൻ്റെ അപ്പൻ അവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അപ്പൻ വാർദ്ധക്യമായി മരിച്ച് അപ്പനെയൊക്കെ അടക്കിയതിന് ശേഷം ഞാൻ നിന്നോട് കൂടെ വരാം എന്ന് പറഞ്ഞു. യേശു പറഞ്ഞൊരു കാര്യമാണ്, മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്ന് പറഞ്ഞു. അവൻ്റെ പ്രയോറിറ്റി ഡിഫറെൻ്റാണ്. അവന് ലോകത്തിൽ ജീവിക്കണം, അവന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വാർദ്ധക്യകാലത്ത് ഞാൻ വന്ന് കർത്താവിനെ അനുഗമിച്ചോളാം എന്നുള്ള രീതിയിൽ ആണ് പറയുമ്പോൾ, മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ മരിച്ചവർ, അല്ലെങ്കിൽ അഡമൻ്റായിരിക്കുന്ന വേൾഡ്ലി പീപ്പിൾ, അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നീ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരാൾ അവർ പറയുന്നത് ഉണ്ടോ, ഞാൻ നിന്നെ അനുഗമിക്കുക, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അതൊരു വേറൊരു കണ്ടീഷനാണ്. അത് ഒരു കണ്ടീഷൻ വെക്കുകയാണ്, വീട്ടിലുള്ളവരോട് യാത്ര പറയണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ വീട്ടിൽ ക്രമീകരിക്കാനായിട്ടുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. അന്നേരം യേശു അത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്, കലപ്പയ്ക്ക് കഴിച്ച ശേഷം പുറകോട്ട് നോക്കുന്നവരാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതിനല്ല. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കോട്ടെ അതെല്ലാം വിട്ടിട്ട് നീ എന്നെ അനുഗമിക്കണമെന്നാണ് യേശു പറയുന്നത്. കം ആൻഡ് ഫോളോ എന്നുള്ള വിളിക്കുമ്പോഴേ ആ ഒരു സിറ്റുവേഷൻ, യേശുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്തായാലും അത് വിട്ടിട്ട് വരണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. കാരണം നാളെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, നാളെ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നീ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ ആവട്ടെ, ഇതെല്ലാം ഞാനൊന്ന് സെറ്റിൽ ചെയ്തിട്ട് ആയിക്കോളാം എന്നുള്ള ഒരു ചിന്തയല്ല വേണ്ടത്. ശിഷ്യത്വത്തിലേക്കുള്ള പാത ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അതൊരു ഡിഫിക്കൽട്ട് പാതയാണെങ്കിലും ആ പ്രിൻസിപ്പിൾ കം ആൻഡ് ഫോളോ എന്നുള്ളൊരു പ്രിൻസിപ്പിൾ അത് നമ്മളെ ഏറ്റെടുത്തേ ചെയ്യണം. അനുസരണം അവിടെ ആവശ്യമാണ്. അനുസരണം ആവശ്യം, നിത്യജീവൻ പ്രാപിക്കുവാനായി അനുസരണം എപ്പോഴും ആവശ്യമാണ്. യേശുക്രിസ്തു അനുസരിച്ചുകൊണ്ടാണല്ലോ സ്വർഗോന്നതികൾ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവനൊരു സെർവൻ്റായി ഈ ലോകത്തിലേക്ക് വന്നു എന്ന് കാണുന്നു. അന്നേരം രണ്ടാമത്തെ ഡിസൈപ്ലിംഗ് എന്ന് പറയുന്നത്, ശിഷ്യത്വത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് കം ആൻഡ് ഫോളോ, വരിക, എന്നെ അനുഗമിക്കുക എന്നുള്ളത്. ആദ്യം വരിക, കാണുക. വെച്ചാൽ യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർ യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത്. ഇപ്പോഴേ ആദിമസഭയിൽ അല്ലെങ്കിൽ ആദ്യം പൂർണ്ണ സമയം സുവിശേഷം അറിയിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. എന്നുവെച്ചാൽ യേശുവിൻ്റെ ശിഷ്യനായി പോകുമ്പോൾ ആ സമയത്ത് അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ഞാനതിനെ ഡൈല്യൂട്ട് ചെയ്ത് പറയല്ല, എന്നാൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഇല്ലാതെ കർത്താവിനെ നമുക്ക് അനുഗമിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ജോലിയുള്ളവർ ജോലി റിസൈൻ ചെയ്തെങ്കിലേ കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്യാം, പൂർണ്ണസമയം സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന് വേണ്ടി നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരു IT എഞ്ചിനീയർ, ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു ബാങ്കർ, അല്ലെങ്കിൽ സമൂഹത്തിലെ സിവിൽ സർവീസിലിരിക്കുന്ന ഒരാൾ, ഡിസിഷൻ മേക്കിംഗ്, ഗവൺമെൻറ്റിലെ ഡിസിഷൻ മേക്കിങ്ങിലിരിക്കുന്ന ടോപ്പായിട്ടുള്ള ആൾക്കാർ, നമുക്ക് പണ്ട് നാഗാലാൻഡിലുമൊക്കെ MLAയും MPയും ഒക്കെ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നവർ, പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കാൻ പറ്റുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ആ ഒരു പൊസിഷനിൽ അവർക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് നമ്മൾ മറന്നു പോയത്. അതുകൊണ്ട് എല്ലാവരും ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ജോലി വിട്ടിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തണമെന്നല്ല. നമ്മളിനിയും ഒരു സെഷനുണ്ട്, മിനിസ്ട്രി അറ്റ് ദ മാർക്കറ്റ് പ്ലേസ്. അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് പറയും എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് സുവിശേഷം പറയാൻ പറ്റുന്നത്. അപ്പോൾ ഡിസൈപ്ലിങ് എല്ലാ സാഹചര്യങ്ങളിലും പറ്റും എന്ന് മറന്നു പോകരുത്. കർത്താവിനെ അനുഗമിക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കളയണം, ചിലതൊക്കെ ഉപേക്ഷിക്കണം. കാരണം എന്താണ്? പൂർണ്ണ അനുസരണമാണ്. പഴയത് ഉപേക്ഷിച്ച് വിശ്വസിച്ച് അനുസരിക്കുമ്പോഴേ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി കളയേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് 2 കാര്യങ്ങളാണ്
പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈപ്ലിങ്ങിന് ഞാൻ പറഞ്ഞു. ഒന്ന്, കം ആൻഡ് സീ. രണ്ട്, കം ആൻഡ് ഫോളോ. അതുകൊണ്ട് വരിക, കാണുക, കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെ പലപ്പോഴും ഞാൻ പറയുന്നത് പലരുടെയും ജീവിതത്തിലൊരു ഇൻഫർമേഷൻ പോലെ ഇരിക്കുക. ഇതൊരു ഇൻഫർമേഷൻ അല്ല. ശരിക്കും ഒരു ഇൻഫർമേഷൻ, ഒരു അറിവ് മാത്രമായാൽ പോരാ. ഈ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഒരു വെളിപ്പാടായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ചെല്ലണം. ഇതൊരു വെളിപ്പാട്, റെവലേഷൻ പോലെ ഉള്ളിൽ ചെന്നിട്ട് ആ റെവലേഷൻ എന്ത് ചെയ്യണം? ജീവിതത്തിലൊരു എക്സ്പീരിയൻസായി മാറണം. ഹല്ലേലൂയ. അതിന് ജീവിതത്തിലൊരു എക്സ്പീരിയൻസായി മാറുമ്പോഴാണ് ജീവിതത്തിൽ ഫെയ്ത്തിന് മീനിങ് ഉള്ളത്, വാല്യൂ ഉള്ളത്. അവിടെയാണ് അനുസരണം ആയിത്തീരുന്നത്. സോ കം ആൻഡ് സീ, കം ആൻഡ് ഫോളോ. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് പറഞ്ഞ്. ഇനി അടുത്ത ദിവസങ്ങളിൽ തുടർന്നും ഡിസൈപ്പിൾഷിപ്പിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയാം. ബൈബിളിലെ ഡിസൈപ്പിളായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോഴിതെല്ലാം കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈ നാളുകൾ നമുക്ക് ഏറ്റവും ആവശ്യം ബിലീവേഴ്സിനെയല്ല, ശിഷ്യന്മാരെയാണ് ആവശ്യം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർക്കുക, കർത്താവിൻ്റെ ശിഷ്യത്വത്തിൽ ജീവിക്കാനായി ഈ ദിവസങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ തന്നെ ഒരുക്കാം. അവിടെയൊക്കെ ദൈവത്തിൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെ വരും. നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ ചെയ്യാൻ പോയാൽ എൻ്റെ ജീവിതമൊക്കെ കട്ടപ്പുകയായി പോകും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കട്ടപ്പുകയൊന്നും ആകത്തില്ല. ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിൽ കൂടി വലിയ വലിയ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നത്, ചില ആളുകളെ ദൈവം തൻ്റെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വലിയ ഡിസൈപ്പിളായിട്ട്, ശിഷ്യനായിട്ട് വിളിക്കാനായിട്ട്, അല്ലെങ്കിൽ പോകാനായിട്ടുള്ള താല്പര്യം കാണിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പറയുന്നുണ്ട്. ഈ എപ്പിസോഡുകൾ നിങ്ങൾ തുടർന്നും വാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, ഞാൻ പറയുന്ന ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്ത് പോകല്ല, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലെ എങ്ങനെ കർത്താവിൻ്റെ വേലയിൽ നമ്മൾക്ക് ഇൻവോൾവ് ചെയ്യാമെന്ന്, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഡിസൈപ്പിൾ, ശിഷ്യനായിട്ട് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ജീവിക്കാമെന്നുള്ള തുടർന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് നിങ്ങൾ ഒരേ ഒരു കാര്യം ചിന്തിക്കുക ഹൃദയത്തിലെ, കർത്താവേ, എനിക്ക് നിന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം, നിന്നെ എനിക്ക് അനുഗമിക്കണം. ഇന്നിങ്ങനൊരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വരുമെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഇന്ന് രോഗികളായിരിക്കുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഏത് രോഗമായാലും ദൈവത്തിന് വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് ക്യാൻസർ പേഷ്യൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം ദൈവം വലിയ വിടുതൽ തരും. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാത്രിക്കായിട്ട് സ്തോത്രം. നിൻ്റെ വചനത്തിൽ നിന്ന് ശിഷ്യത്വത്തിൻ്റെ തത്വങ്ങളെ പഠിക്കുവാനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. നിന്നെ അറിയുക മാത്രമല്ല, നിന്നെ ഫോളോ ചെയ്യുവാനായിട്ട് ജീവിതത്തിൽ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ. നീ തന്നിരിക്കുന്ന മാർഗം എന്താണെന്ന് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളിലെ കർത്താവെ, അങ്ങനെയുള്ളൊരു താല്പര്യവും തീരുമാനവും ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്നല്ലോ. തുടർന്നുള്ള എപ്പിസോഡിൽ കൂടി കൂടുതലായിട്ട് നീ സംസാരിക്കുകയും നിന്നെ എങ്ങനെ ഫോളോ ചെയ്യാമെന്നുള്ളത് ക്ലിയറായി മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മുമ്പിലുള്ള പാത അത്ര ഈസി അല്ലല്ലോ കർത്താവെ. ക്രിസ്ത്യൻ ലൈഫ് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഈ ലോകത്തിന് അതീതമായിട്ടുള്ളതാവുന്നു ക്രിസ്തീയമായിട്ടുള്ള രാജ്യവും സ്വർഗീയ മഹത്വവും. അതുകൊണ്ട് അതിൻ്റെ പിൻബലത്തിൽ, അതിൻ്റെ പിന്നിലെ ഞങ്ങൾ പോകുമ്പോഴേ കർത്താവെ, അതിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഏറ്റെടുക്കാനുള്ള ആ വലിയ പ്രിപ്പറേഷനോടുകൂടി ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തി അതിനെ ഞങ്ങൾക്ക് തരും. നിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങൾ കാര്യങ്ങളെ ചെയ്യാനുള്ള വലിയ അതോറിറ്റി നീ ഉയരത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, ഇത് ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, അൾസറുകൾ ഉള്ളിലുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റൊമക്കിൽ കർത്താവെ ക്യാൻസർ കാണുന്ന കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. എന്നാൽ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ കർത്താവെ നീ സഹായിക്കണമേ. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരിക്കാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഇൻറ്റസ്റ്റിൻ്റെ റിമൂവലും ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ കർത്താവെ, അതെല്ലാം കൂട്ടി യോജിക്കപ്പെട്ട് എത്രയും പെട്ടെന്ന് കർത്താവെ സൗഖ്യമായി ഭവനത്തിൽ പോകാനായിട്ട്
കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മെഡിക്കൽ കോളേജിലെ കർത്താവെ അഡ്മിറ്റായിരിക്കുന്ന കേസുകൾ വരെയും നീ സൗഖ്യമാക്കുന്ന കൃപകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിൻ്റെ വലിയ ശക്തി ഈ സമയങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അസുഖങ്ങളും മാറിപ്പോട്ടെ. അതിനകത്തുള്ള കർത്താവെ ആ വയറ്റിലുള്ള ആ വ്രണങ്ങളെല്ലാം കരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, നീ പ്രാർത്ഥന കേട്ട് കർത്താവെ ഉത്തരം തരുന്നോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളിത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ഇത് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു ചെറിയൊരു ടീമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.